വചനമൊഴി ജൂൺ 10. വചനഭാഗം 2 തെസ്സലോനി 1:3-12, മത്തായിയുടെ സുവിശേഷം 20:29-34. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അവർ ജെറീക്കോയിൽ നിന്ന് യാത്ര പുറപ്പെട്ടപ്പോൾ വലിയൊരു ജനക്കൂട്ടം ഈശോയെ അനുഗമിച്ചു. ഈശോ ആ വഴി കടന്നു പോകുന്നെന്ന് കേട്ടപ്പോൾ വഴിയരികിലിരുന്ന രണ്ടന്തന്മാർ ഉച്ചത്തിൽ നിലവിളിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ. എന്നാൽ മിണ്ടാതിരിക്കാൻ ജനക്കൂട്ടം അവരെ ശാസിച്ചു. അവരാകട്ടെ, കർത്താവേ, ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്ന് കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു. ഈശോ നിന്ന് അവരെ വിളിച്ചു ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർ പറഞ്ഞു, കർത്താവേ, ഞങ്ങളുടെ കണ്ണുകൾ തുറന്നു കിട്ടണം. ഈശോ ഉള്ളലിഞ്ഞ് അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. തക്ഷണം അവർക്ക് കാഴ്ച കിട്ടുകയും അവർ അവനെ അനുഗമിക്കുകയും ചെയ്തു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് സുവിശേഷത്തിൽ നാം കണ്ടത് കടന്നുപോകുന്ന കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് കൃപ നേടുന്ന രണ്ട് അന്ധന്മാരെ കുറിച്ചാണ്. കർത്താവിനെ കുറിച്ച് കേട്ടപ്പോൾ അവർ വിളിച്ചപേക്ഷിക്കുന്നു, കർത്താവേ, ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ. ജനക്കൂട്ടം മിണ്ടാതിരിക്കാൻ അവരെ ശാസിക്കുന്നുണ്ട് എങ്കിലും അവർ കൂടുതൽ ഉച്ചത്തിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയാണ്. പ്രാർത്ഥനാപൂർവം കർത്താവിനെ സമീപിക്കേണ്ടത് എപ്രകാരമാണ് എന്നതിന്റെ ഒരു ഉത്തമ മാതൃകയാണ് ഈ രണ്ട് അന്ധന്മാര്. കർത്താവ് കടന്നു പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ അവിടുത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദാവീദിന്റെ പുത്രനായ കർത്താവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവിടുത്തെ കരുണ യാചിക്കുകയാണ്. ഈശോ അവിടെ നിന്ന് അവരുമായി സംഭാഷണം നടത്തി അവരുടെ ഹിതം, അവരുടെ ഉള്ളം അറിഞ്ഞ് അവർക്ക് കൃപ നൽകുകയാണ്. അവരുടെ ഉള്ളം അറിഞ്ഞ കർത്താവ് അവരോട് ഉള്ളലിഞ്ഞ് പ്രവർത്തിക്കുന്നതാണ് നാം കാണുന്നത്. ഈശോയുമായുള്ളൊരു വ്യക്തിബന്ധമാണ് നമ്മെ അവിടുത്തോട് കൂടുതൽ ചേർത്ത് നിർത്തുന്നത്. കർത്താവിന്റെ പക്കൽ പൂർണ്ണമായ വിശ്വാസത്തോടെ, ബോധ്യത്തോടെ നിലവിളിച്ചപേക്ഷിക്കുന്നതിനും ഉള്ളറിയുന്നവനായ കർത്താവിന്റെ പക്കൽ ഉള്ളതുപോലെ ആയിരിക്കുവാനും വിളിച്ചപേക്ഷിക്കുന്നതിനും കർത്താവിന്റെ സ്പർശനം ജീവിതത്തിൽ ലഭിക്കുന്നതിന് അവിടുത്തെ കൃപ യാചിക്കുവാൻ, വിശ്വാസത്തോടുകൂടി കർത്താവിനെ സമീപിക്കുവാൻ, കർത്താവിനെ അനുഭവിക്കുന്നതിന് വിശ്വാസത്തോടുകൂടി കർത്താവിനെ സമീപിക്കുവാൻ, അവിടുത്തെ വിളിച്ചപേക്ഷിക്കുവാൻ ഇന്ന് തിരുവചനം നമ്മോട് ആവശ്യപ്പെടുന്നു. കർത്താവ് കണ്ണു തുറക്കുന്നത് കർത്താവിൽ നിന്ന് കൃപ ലഭിക്കുന്നവർ കർത്താവിനെ അനുഗമിക്കുവാനായിട്ട്, കർത്താവിന്റെ സ്പർശനം ലഭിക്കുന്നവർ കർത്താവിനെ അനുഗമിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. കർത്താവിനെ അനുഗമിച്ചുകൊണ്ട് കർത്താവിനെ കുറിച്ച് കേട്ടപ്പോൾ അവിടുത്തെ കാണുവാൻ, കണ്ണു തുറന്നു കിട്ടുവാൻ വിളിച്ചപേക്ഷിക്കുന്ന ഈ അന്ധന്മാരെ പോലെ കർത്തൃസന്നിധിയിൽ വിശ്വാസത്തോടുകൂടി, പ്രത്യാശയോടുകൂടി ആയിരിക്കുവാനും, അവിടുത്തെ കൃപ യാചിക്കുവാനും, അവിടുത്തെ സ്പർശനം ആഗ്രഹിക്കുവാനും, അവിടുത്തെ അനുഭവിക്കുവാനും, അവിടുത്തെ അനുഗമിക്കുവാനുമുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.